അങ്ങനെ ദേവയാനി നയനയാണ് തനിക്ക് കരൾ തന്ന് ജീവൻ രക്ഷിച്ചത് എന്ന് കണ്ടുപിടിക്കുകയായിരിക്കും. ഹോസ്പിറ്റലിലെല്ലാം ചെന്ന് അവിടെ പോയി റെക്കോർഡ്സ് എല്ലാം നോക്കി ഡോക്ടറോട് തന്നെ ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയായിരിക്കും. അതിനുശേഷം ദേവയാനി ശരിക്കും തകർന്നു പോകുന്നൊരു നിമിഷം തന്നെയാണ്. കാരണം അങ്ങനെയായിരുന്നു നയനയോട് ദേവയാനി പെരുമാറിയിരുന്നത്. ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം ആലോചിക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത്. എന്നിട്ടാണെങ്കിലും ആലോചിക്കുകയായിരിക്കും, ഞാൻ ഇത്രത്തോളം വെറുത്ത അവൾ തന്നെ എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു. അവളാണ് എനിക്ക് പാലിൽ വിഷം കലർത്തിയത് എന്ന് പോലും പറഞ്ഞു. എന്നിട്ടും അവൾ എനിക്ക് കരൾ തന്നു. ഹോസ്പിറ്റലിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ ദേവയാനി നേരെ ചെല്ലുന്നത് നയനയുടെ വീട്ടിലേക്കായിരിക്കും. അപ്പോൾ പതിവില്ലാതെ ദേവയാനി അവിടെ കാണുന്ന സമയത്ത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നയനയാണെങ്കിലും ശരിക്കും ഒന്ന് അത്ഭുതപ്പെടുകയായിരിക്കും. എന്തായിരിക്കും ഇപ്പോൾ വന്നത് എന്ന് പറഞ്ഞ് വല്ലാതെ ടെൻഷനും ആവുന്നുണ്ടാവും നയനയാണെങ്കിലും. ഇനിയിപ്പോൾ ഇവിടെ അനി വരുന്നതിനെ പറ്റി പറയാനായിരിക്കുമോ, അല്ലെങ്കിൽ ആദർശേട്ടൻ ഇവിടെ വരുന്നതിനെ പറ്റി പറയാനായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിന്തിച്ച് ഭയങ്കര ടെൻഷനിലായിരിക്കും. അപ്പോൾ ദേവയാനിയാണെങ്കിലും വന്ന് കയറിയ ഉടനെ എനിക്ക് നയനയോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയായിരിക്കും. അങ്ങനെ നയനയാണെങ്കിലും അവരെ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നുണ്ടാവും, അച്ഛനെയും അമ്മയും എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് മാറി നിന്ന് ദേവയാനിയാണെങ്കിലും ആ ഒരു സങ്കട പ്രകടനങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരും മരുമകളെ മക്കളെ പോലെ സ്നേഹിക്കണം എന്നാണ് പറയുക. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലായ്പ്പോഴും നിന്നെ വെറുത്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സ്നേഹവും ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയൊക്കെ നിന്നെ വെറുത്തിട്ടും നിനക്ക് എങ്ങനെ എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ആ ഒരു മനസ്സ് വന്നു മോളെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കൊന്നും മാപ്പർഹിക്കുന്ന ഒരു തെറ്റ് തന്നെയല്ല. ആ ഒരു സങ്കടം എപ്പോഴും എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം. അതിനെല്ലാം ഞാൻ പക്ഷേ ഈ നിമിഷം മാപ്പ് ചോദിക്കുകയാണ്, എന്നോട് പൊറുക്കണം. അച്ഛനോടും അമ്മയോടും എല്ലാവരോടും ഞാൻ അങ്ങനെ മോശമായിട്ടായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ ശരിക്കും നിൻ്റെ സർജറി സമയത്തായിരുന്നു അവരവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനും എല്ലാത്തിനും ഞാൻ ഈ നിമിഷം മാപ്പ് ചോദിക്കുകയാണ്, എന്നോട് പൊറുക്കണം മോളെ. എനിക്ക് അറിയില്ലായിരുന്നു, ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ശരിക്കും കുറ്റബോധമുണ്ട്, എന്നോട് മോള് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, അതിനൊരു കുഴപ്പമില്ല അമ്മേ, ഇനിയിപ്പോൾ കഴിഞ്ഞതൊന്നും പറഞ്ഞ് അമ്മ വെറുതെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ട, സ്ട്രെസ്സ് കയറ്റാൻ പാടില്ല എന്നല്ല ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാനും ഓക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നയന പറയുന്ന സമയത്ത് ദേവയാനി പറയുമായിരിക്കും, പക്ഷേ ചെയ്ത തെറ്റുകളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത തെറ്റുകൾ തന്നെ ആയിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ആദർശും ജയേട്ടനും അച്ഛനും അമ്മയും എല്ലാവരും മറച്ചു വെക്കുകയായിരുന്നു നയനയാണ് കരൾ തന്ന് എന്നുള്ള കാര്യം. എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് നിന്നോട് വെറുപ്പാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും അത് മറച്ചു വെച്ചത്. എന്നിട്ടും ഞാൻ നിന്നെ വെറുത്തുകൊണ്ടേയിരുന്നു. എല്ലാത്തിനും എനിക്ക് മാപ്പ് തരണം മോളെ എന്നൊക്കെ പറഞ്ഞ് നയനയോട് കയ്യൊക്കെ പിടിച്ച് ഭയങ്കര കരച്ചിലായിരിക്കും ദേവയാനി. ഒന്നും മറക്കാൻ കഴിയില്ല എന്നറിയാം, പക്ഷേ ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ പ്രിയപ്പെട്ട അമ്മ തന്നെ ആയിരിക്കും, അമ്മായിമ്മയായിരിക്കില്ല. നിൻ്റെ കൂടെ ഇന്ന് ഞാനിനി ഉണ്ടാവും മോളെ, നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ നയനയ്ക്കാണെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണുനീരൊക്കെ വരികയായിരിക്കും. എന്നിട്ട് രണ്ടുപേരും ഒന്ന് കെട്ടിപ്പിടിച്ച് കരയെന്നൊക്കെ ഉണ്ടാവും. എന്നിട്ടാണെങ്കിലും ദേവയാനി പറയുകയാണ്, മോള് വേഗം ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് നമുക്ക് ഇന്ന് തന്നെ തറവാട്ടിലേക്ക് പോവണം. ജയേട്ടനോടും ആദർശിനോടും ഒന്നും പറയാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഈ സത്യം അറിയും എന്നുള്ള കാര്യം അവരാരും അറിഞ്ഞിട്ടുമില്ല. നമ്മളവിടെ ചെല്ലുമ്പോഴായിരിക്കും അവരാ സത്യം അറിയുക. ശരിക്കും അവർക്ക് ഞാൻ നിന്നെയും കൂട്ടി വരുന്നത് കാണുമ്പോൾ സന്തോഷമായിരിക്കും. മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും എല്ലാവർക്കും സന്തോഷമാവും മോളെ. അങ്ങനെ നയന ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് കനകയോടും ഗോവിന്ദനോടും ദേവയാനി ചെന്ന് മാപ്പ് പറയുമായിരിക്കും. ഇതുവരെയുള്ള എല്ലാ തെറ്റുകൾക്കും എന്നോട് പൊറുക്കണം, ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ചെയ്ത തെറ്റുകൾക്കൊന്നും മാപ്പ് തരാൻ കഴിയില്ലെന്ന് അറിയാം, എങ്കിലും എന്നോട് പൊറുക്കണം. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചും അത്രയ്ക്ക് അപമര്യാദയായിട്ടാണ് ഞാൻ പെരുമാറിയത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ കനകയാണെങ്കിലും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല ആദർശമോൻ്റെ അമ്മ, ഒരു കുഴപ്പമില്ല, ഒന്നും അറിയാതെയായിരുന്നില്ലേ പെരുമാറിയിട്ടുണ്ടായിരുന്നത്, ഒരു കുഴപ്പമില്ല, അതൊന്നും ഇനിയിപ്പോൾ എല്ലാം മറക്കും, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ടാവും. ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടാവും, അതൊന്നും ഇനിയിപ്പോൾ കഴിഞ്ഞതൊന്നും പറയണ്ട, എല്ലാം പോട്ടെ സാരല്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനാണെങ്കിലും അങ്ങനെയായിരിക്കും മറുപടി കൊടുക്കുന്നത്.
അതിനുശേഷം നയന ബാഗെല്ലാം പാക്ക് ചെയ്ത് വരികയായിരിക്കും. എന്നിട്ട് അവിടെ അമ്മയോടും അച്ഛനോടൊക്കെ യാത്ര പറയുമായിരിക്കും. അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, മോളെ സൂക്ഷിച്ചോണേ, നല്ലപോലെ കെയർ ചെയ്യണം, നല്ല റെസ്റ്റ് വേണ്ടതാണ് രണ്ടുപേർക്കും, രണ്ടാളും സൂക്ഷിച്ചോണേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ദേവേനിയാണെങ്കിലും അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുമായിരിക്കും. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നയനയുടെ കൈ പിടിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ദേവയാനി ഇറങ്ങുന്നത്. അത്രയ്ക്ക് കരുതലോടെ ആയിരിക്കും നയനയെ കൊണ്ടുവരുന്നത് നമ്മുടെ ദേവയാനി. അങ്ങനെ അവർ തറവാടിൽ എത്തി കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാവരും നയനയുടെ കൈയും പിടിച്ച് ദേവയാനി വരുന്നത് കണ്ട് ശരിക്കും അന്തം വിട്ട് പോവുകയാണ്. അവിടെ മുത്തശ്ശനും ആദർശും ജയനും എല്ലാവരും ഉണ്ടാവും. അതുപോലെ ജാനകിയും അതുപോലെ ജലജ എല്ലാവരും ഇങ്ങനെ നോക്കി അന്തം വിട ഇരിക്കും കേട്ടോ. ജലജയ്ക്കും ജാനകിക്കും ഇത് കാണുമ്പോൾ ഒട്ടും സഹിക്കുന്നുണ്ടാവില്ല. ബാക്കി എല്ലാവർക്കും ഈ ഒരു കാഴ്ച കാണുമ്പോൾ സന്തോഷമാവുമായിരിക്കും. എല്ലാവരും ശരിക്കും ഒന്ന് ഷോക്കാവുകയാണ്, എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആദർശും ജയനാണെങ്കിൽ പരസ്പരം ഇങ്ങനെ മുഖത്തോട്ടൊക്കെ നോക്കുന്നുണ്ടാവും, എന്തായിരിക്കും സംഭവിച്ചത് എന്നറിയാതെ. അവർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുമായിരിക്കും. അങ്ങനെ തറവാട്ടിലേക്ക് കൊണ്ടുവരികയായിരിക്കും ദേവയാനി നയനെ. അതിനുശേഷമുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. താങ്ക് യു ഫോർ വാച്ചിങ്.